എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള നെക്സ്റ്റ് അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കും. അതായത് നവംബർ 14-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കും. വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് മാത്രമായിട്ട് നടത്തുന്ന ഈ ഒരു അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷനുകൾ നൽകാനുള്ള സൗകര്യം ലഭിക്കുക. നിലവിൽ ഏതെങ്കിലും ഗവൺമെൻറ് കോളേജ് ഒഴികെയുള്ള കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ കോളേജിൽ നിന്ന് ലഭിക്കുന്ന NOC അത് നോൺ ഒബ്ജക്ഷൻ കം പൊസഷൻ സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷൻ സമയത്തല്ല, ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. കാരണം ആ ഒരു ഡോക്യുമെൻ്റ് അഡ്മിഷൻ സമയത്ത് കൂടി നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് കോളേജിൽ നിന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുക. അതുപോലെ ചില കോളേജുകൾ LBS വഴി നേരിട്ടായിരിക്കും ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഓട്ടോമാറ്റിക്കലി LBS വഴി ആ ഒരു NOC സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ NOC സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന കോളേജിൻ്റെ ആ ഒരു കോഡ് കാണാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ കോളേജിൻ്റെ പേര് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, റിസർവേഷൻ ചെയ്തിട്ടുള്ള സീറ്റുകളിൽ അപേക്ഷകർ ഇല്ല എന്നാണെങ്കിൽ ആ ഒരു സീറ്റുകളെ മെറിറ്റ് അതായത് ജനറൽ മെറിറ്റ് സീറ്റുകളിലേക്ക് ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ നേടും എന്നുറപ്പുള്ള കോളേജുകളും കോഴ്സുകളും ആയിരിക്കണം വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് 25,000 രൂപയും അഡ്മിഷൻ സമയത്ത് 81,000 രൂപയും അടക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ആ ഒരു ഫീസ് നിങ്ങൾക്ക് അടക്കാൻ സാധിക്കും എങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള കോളേജുകൾ ഓപ്ഷൻസ് ആയിട്ട് നൽകാവുന്നതാണ്. കാരണം അലോട്ട്മെൻറ്റ് കിട്ടി വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണ് എങ്കിൽ ലഭിച്ച ആ ഒരു അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും അതുപോലെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ വിദ്യാർത്ഥികളെ പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള, അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്നുറപ്പുള്ള ഏതൊരു കോളേജുകളും നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ക്ലാസ്സുകൾ നാളെ ആരംഭിക്കും. അതായത് നവംബർ 15-ാം തീയതി വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷനായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാം. LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്ത് രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ അതായത് ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക. അതിനുശേഷം രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് അവിടെ ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ്സ് എന്ന് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ നിങ്ങളുടെ പ്രയോറിറ്റി ബേസ് അനുസരിച്ച്, ആ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കോളേജുകൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടുന്നതായിരിക്കില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു സംശയമാണ് റീഫണ്ടിനെ കുറിച്ച്. റീഫണ്ടിനുള്ള അപേക്ഷ എല്ലാ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് നടപടികളും കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമാണ് ഈ ഒരു റീഫണ്ട് ഉണ്ടാവുക. റീഫണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ റീഫണ്ടിനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സേവിങ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സേവിങ് ബാങ്ക് അക്കൗണ്ട് മാത്രമാണ് വേണ്ടത്. മറ്റ് ബാങ്ക് അക്കൗണ്ടുകൾ, അത് മറ്റ് ടൈപ്പ് അക്കൗണ്ടുകൾ പരിഗണിക്കുന്നതല്ല. അതുപോലെ തന്നെ ഈ ഒരു സേവിങ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എങ്കിൽ ഇത്ര മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസിപ്റ്റ് ഡീറ്റെയിൽസിൻ്റെ ആ ഒരു പേജ്, അതായത് ലോഗിൻ ചെയ്ത സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് റെസിപ്റ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ റീഫണ്ടിനായിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ റെസിപ്റ്റിൻ്റെ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കൽ, ഇത്രയും ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ റീഫണ്ടിന് അപ്ലൈ ചെയ്തത് എന്നുള്ള റീസൺ കൂടി വെച്ച ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3-4 മാസത്തിനുള്ളിൽ നിങ്ങളുടെ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാതെ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ
ഇന്ന് വൈകുന്നേരം, അതായത് നവംബർ 14 വൈകുന്നേരം 5 മണിക്കുള്ളിൽ ലോഗിൻ ചെയ്ത് ഓപ്ഷനുകൾ കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.